സ്നേഹം, കെയറിങ്, പരിഗണന, അപ്രീസിയേഷൻ, പ്രോത്സാഹനം ഇതൊക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടോ? ഇതൊക്കെ തന്നെ പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിലോ എന്തു ചെയ്യും? ഇത് കാരണം ലോൺലിനെസ്, ഡിപ്രസിയേഷൻ, ആങ്സൈറ്റി എന്നിങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ വീഡിയോയിൽ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ സീ എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഫസ്റ്റ് യു ഗീവ്, ദെൻ ടേക്ക്. ഗീവ് ആൻഡ് ടേക്ക് പോളിസി. എൻ്റെ പങ്കാളി ആദ്യം എന്നോട് നല്ല രീതിയിൽ പെരുമാറട്ടെ, എന്നിട്ട് ഞാൻ പെരുമാറാം എന്ന് വിചാരിക്കാതെ അവരോട് നല്ല സ്നേഹത്തോടെ നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് പ്രോത്സാഹനം കൊടുത്തു നോക്കൂ. അവരിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. പതിയെ മാറ്റങ്ങൾ സംഭവിക്കും. കൊടുത്താൽ അത് തിരിച്ചു കിട്ടും. കൊടുത്തത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. സ്പീക്ക് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. വികാരങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്തുമാവട്ടെ നിങ്ങളുടെ പങ്കാളിയോട് തുറന്നു പറയുക. സ്ത്രീകൾക്ക് മൂഡ് ചേഞ്ച് ആവാൻ പ്രത്യേകിച്ചൊരു കാരണം വേണ്ട. നമ്മൾ വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പുരുഷന്മാർക്ക് നിസ്സാര കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മൂഡ് ഓഫ് ആയാൽ എന്ത് കാര്യത്തിനാണ് മൂഡ് ഓഫ് ആയതെന്ന് അവർക്ക് അറിയത്ത് പോലും ഉണ്ടാവില്ല. ഇനി മൂഡ് ഓഫ് ആകുന്നതിന് മുന്നേ പറയാം, ഇന്ന കാര്യം ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് സങ്കടമായി എന്ന് തുറന്ന് സംസാരിക്കുക. വീട്ടിലെ വിശേഷങ്ങൾ മാത്രമല്ല, നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം തുറന്ന് പറയാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വികാരങ്ങൾ സപ്രസ് ചെയ്യാതെ എക്സ്പ്രസ് ചെയ്യുക എന്നത്. സന്തോഷം വരുമ്പോൾ ചിരിക്കുക, കരയാൻ തോന്നുമ്പോൾ കരയുക. ആരുടെയും മുന്നിൽ നിന്ന് കരയാൻ മടിയാണെങ്കിൽ ആരുമില്ലാതെ റൂമിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നതാണ് പ്രധാനം. നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ്. നെവർ എവർ കമ്പയർ അവർ ലൈഫ് വിത്ത് അതേഴ്സ്. അത് നമ്മളെപ്പോഴും അസ്വസ്ഥരാക്കും. സോഷ്യൽ മീഡിയ അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ കുറേയധികം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ടു സ്റ്റോപ്പ് ഇറ്റ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റ് മാത്രം കാണാൻ ശ്രദ്ധിക്കുക. മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം റിയൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ്. നമുക്കെല്ലാവർക്കും അതറിയാമെങ്കിലും നമ്മൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം. സോ ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. അക്സെപ്റ്റ് ഹിം ലൈക്ക് വാട്ട് ഹി ഈസ്. ഒരാളുടെ സ്വഭാവം മാറ്റാൻ സാധിക്കില്ല ശീലങ്ങളല്ലാതെ. അധികം എക്സ്പ്രസീവ് അല്ലാത്ത ഒരാളോട് എക്സ്പ്രസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മാറുവാൻ സാധിക്കില്ല. അവരുടെ സ്വഭാവമാണത്. പക്ഷേ ശരിയല്ലാത്ത ശീലങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ തെറ്റായ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് മദ്യം, പുകവലി എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് എന്നിവയൊക്കെ തെറ്റായ ശീലങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള തെറ്റായ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ദുശീലങ്ങൾ നല്ല ശീലങ്ങളാവുമ്പോൾ അവിടെ നല്ല മാറ്റങ്ങളും ഉണ്ടാവുന്നു. സെൽഫ് എസ്റ്റീം. ആത്മാഭിമാനമുള്ളവരാക്കുക. നമ്മൾ നമുക്ക് തന്നെ ഇടുന്ന വില, നമ്മുടെ എബിലിറ്റി, സ്കിൽ, നോളജ് എല്ലാത്തിൻ്റെയും പറ്റി നമുക്ക് തന്നെ തോന്നുന്ന അഭിമാനം. ഇറ്റ്സ് അബൌട്ട് ഐ ആം ഗുഡ് ഫീലിംഗ്. ഇത് ചെറിയ കാര്യമല്ല. നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു സെൽഫ് എസ്റ്റീം ലെവൽ നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കുന്നതും പിരിമുറുക്കം ഹാൻഡിൽ ചെയ്യുന്നതിനുമൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ശീലിച്ചാൽ നമുക്ക് സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പോസിറ്റീവ് എഫർമേഷൻ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, സന്ദർഭങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് എന്നിവ എഴുതി വെക്കുക. ഓരോ ചെറിയ വിജയങ്ങളും നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യം, ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുക. നല്ല ഉറക്കം, വിശ്രമം. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കൂ. സ്വത്വത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് നല്ല രീതിയിൽ മാറുന്നത് കാണാം. ഇതൊരു വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ല. എപ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ മതിപ്പ് തോന്നുന്നത്, അപ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസവും അഭിമാനവും തോന്നും. അമിതമായ പ്രതീക്ഷകൾ നിയന്ത്രിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് പ്രതീക്ഷകൾ ഉണ്ടായതുകൊണ്ടാണെന്ന്? പങ്കാളിൽ നിന്ന് പലതും ഓവറായി എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് ലഭിക്കാതിരിക്കുമ്പോൾ തീർച്ചയായും നിരാശയും സങ്കടവും തോന്നും. എന്നാൽ പങ്കാളിയെ മനസ്സിലാക്കി എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്തൊക്കെ പ്രതീക്ഷിക്കാതിരിക്കാം എന്നറിഞ്ഞാലോ വേണ്ടാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയും കുറയ്ക്കാം. പക്ഷെ പറയുന്നത് പോലെ എളുപ്പമല്ല പ്രതീക്ഷകൾക്ക്, വികാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത്. അതിന് നല്ല ക്ഷമ ആവശ്യമാണ്. മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിന് കഠിനാനിടാം. ഡു എനി ഹോബീസ്. സന്തോഷം തരുന്ന ഏതെങ്കിലും കാര്യത്തിൽ ദിവസത്തിലെ ചില സമയങ്ങൾ നിർബന്ധപൂർവ്വം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. വീട്ടുകാർക്ക് വേണ്ടിയല്ലാതെ നമുക്ക് വേണ്ടി മാത്രം ചില സമയം. സ്റ്റിച്ചിങ്, കളറിങ്, ഡ്രോയിങ്, ക്രാഫ്റ്റിംഗ്, റീഡിങ്, വാച്ചിങ് TV എന്തുമായിക്കോട്ടെ. സം ടൈം ഫോർ യുവർ സെൽഫ്. അത് തരുന്നൊരു പോസിറ്റീവ് എനർജി, ഫുൾ ഡേ ഫ്യൂവലാണത്. ക്വാളിറ്റി ടൈം വിത്ത് പാർട്ട്നേഴ്സ്. നല്ല നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ടുപേർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളാവാം, വർത്തമാനങ്ങളാവാം, കളികളാകാം, പുറത്തു പോകുന്നതാകാം, എന്തുമാകാം. പങ്കാളികൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന നിമിഷങ്ങൾ നിർബന്ധപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം.
ചെറിയൊരു സമയമാണെങ്കിലും ആ സമയം മതി പരസ്പരം മറ്റൊന്നും ചിന്തിക്കാതെ സ്നേഹിക്കാൻ. കുറച്ചു സമയമാണെങ്കിലും ക്വാളിറ്റി ടൈം നിർബന്ധ ബുദ്ധിയോടെ ഉണ്ടാക്കുകയാണെങ്കിൽ വഴക്കുകൾ കുറയുന്നതും രണ്ടുപേർക്കും സ്നേഹവും ആനന്ദവും വർദ്ധിക്കുന്നതായിട്ടും കാണാം. അവോയ്ഡ് ഓർ ഇഗ്നോർ ഫുള്ളി നെഗറ്റീവ് പേഴ്സൺസ് ഓർ സിറ്റുവേഷൻസ്. എപ്പോഴും സങ്കടവും മോശനുഭവങ്ങളും നെഗറ്റിവിറ്റി മാത്രം തരുന്ന ആൾക്കാരായാലും സന്ദർഭങ്ങളായാലും ഒഴിവാക്കുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. എത്ര പരിശ്രമിച്ചിട്ടും സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും ജീവിതത്തിൽ ഒരു സന്തോഷവും നൽകാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ലെങ്കിൽ ബെറ്റർ ടു അവോയ്ഡ് ഓർ ഇഗ്നോർ ദ പേഴ്സൺ ഓർ സിറ്റുവേഷൻ. ചിലപ്പോൾ നമ്മൾ മോശം മാത്രം കാണുന്നതും കൊണ്ടാവാം കേട്ടോ. ആദ്യം കാണുന്ന രീതി പേഴ്സ്പെക്റ്റീവിൽ മാറ്റം വരുത്തുക. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ അവരുടെ ഭാഗത്തും ന്യായമുണ്ടാകാം. പങ്കാളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ചെറിയ സന്ദർഭങ്ങളായിക്കോട്ടെ, സന്തോഷം നൽകുന്ന ആ അവസരങ്ങൾ ഡയറിയിൽ കുറിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് കുറിക്കാൻ ഒരുപാടുണ്ടാകും. പങ്കാളിയോട് സ്നേഹം കുറയുന്ന അവസരത്തിൽ ആ ഡയറി ഒന്ന് നോക്കുമ്പോൾ ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആളെയാണോ ഞാൻ വെറുക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഈ പറഞ്ഞതൊന്നും സാധിക്കുന്നില്ല, ഒരു ഗുണവും ലഭിക്കുന്നില്ല. യാതനകളും മോശ അനുഭവങ്ങളും മാത്രമേ പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ പ്രയാസകരമാണെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. എപ്പോഴും കരുണ തീർക്കുന്നതിലും ഭേദം ആ സങ്കടങ്ങൾ തരുന്ന വ്യക്തിയെയും സന്ദർഭത്തെയും ഒഴിവാക്കുന്നതല്ലേ. Last but important one, save this video and hear whenever you feel ignored, unlovable and lonely. നല്ല കാര്യങ്ങൾ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നല്ല പ്രവൃത്തികൾ ശീലിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയും മോട്ടിവേഷനും നിങ്ങൾക്ക് എല്ലാ സമയത്തും പ്രായോഗികമാകണമെന്നില്ല. നല്ലതെന്താണെന്ന് നമ്മുടെ ഇന്നർ മൈൻഡിൽ ഉണ്ടായാലും അതുപോലെ പ്രവർത്തിക്കാൻ നമ്മുടെ ഇമോഷൻസ് അനുവദിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന വീഡിയോസ് സേവ് ചെയ്ത് നിങ്ങൾ ഡൗൺ ആണെന്ന് തോന്നുമ്പോൾ കേൾക്കാം. നിങ്ങളുടെ വികാരങ്ങളുടെ മേൽ യുക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഉപകാരപ്പെടും എന്നത് തീർച്ച. താങ്ക് യു. മീ സഹല, കൗൺസിലർ.